നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ PNC മാക്കിന്റെയും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായ AMCSFNCKയുടെയും ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ രണ്ട് അസോസിയേഷന്റെ അലോട്ട്മെന്റ് തമ്മിലുള്ള കമ്പാരിസൺസും അതിനെക്കുറിച്ചുള്ള ഏതാനും ചില ഇൻഫർമേഷൻസുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമേ നമുക്ക് PNC മാക് അഥവാ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനിലെ കാര്യങ്ങൾ നോക്കാം. ഏകദേശം 45ഓളം വരുന്ന കോളേജുകളിലേക്കാണ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 460 മാർക്കിലുള്ള ഇൻഡെക്സ് സ്കോർ, അത് CBSE സ്റ്റുഡൻസിനാണെങ്കിലും ICSE സ്റ്റുഡൻസിനാണെങ്കിലും 5% ബോണസ് മാർക്കും കൂടെ ഉൾപ്പെടെയുള്ള റാങ്ക് ലിസ്റ്റുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്ന കുട്ടികളിലെല്ലാം തന്നെ ഈ പറയുന്ന CBSE ICSE സ്റ്റുഡൻസിനെ കാണാൻ സാധിക്കുന്നതാണ്. ആ കുട്ടികൾക്കൊക്കെ ആകെ ഉള്ള ഒരു ഓപ്ഷൻ ഈ പറഞ്ഞ PNC മാക് വഴിയുള്ള അഡ്മിഷൻസ് മാത്രമായിരിക്കും. കാരണം LBSലായാലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനിലാണെങ്കിലും ഈ പറയുന്നത് പോലെ ബോണസ് മാർക്കുകൾ കിട്ടത്തില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മിക്കവാറും വരുന്ന കുട്ടികൾക്കൊക്കെ തന്നെ ഈ അലോട്ട്മെന്റ് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ മാർക്കിൽ ഏകദേശം 429 മാർക്കിലുള്ള കുട്ടികൾക്ക്, അതായത് ഏകദേശം 93% മാർക്കുള്ള കുട്ടികൾക്കാണ് PNC മാക്കിൽ ഏതെങ്കിലും ഒരു കോളേജ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ PNC മാക്ക് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് സെപ്റ്റംബർ മാസം 9-ാം തീയതിക്കുള്ളിൽ തന്നെ ടോക്കൺ ഫീസ് ആയിട്ടുള്ള 10,000 രൂപ അടയ്ക്കുകയും 10-ാം തീയതിക്കുള്ളിൽ തന്നെ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതും വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്കവാറും വരുന്ന കുട്ടികളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കോളേജ് വലിയ താല്പര്യമില്ല, അതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ വേറൊരു കോളേജിലേക്കും കൂടെ പ്രിഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നോക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ, അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ 10,000 രൂപ ടോക്കൺ ഫീ അടച്ച് അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുവാനുള്ളത്. PNC മാക്കിൽ ഹയർ ഓപ്ഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവുകയില്ല. അതായത് ഒരു കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ കോളേജിൽ അഡ്മിഷൻ എടുത്ത് വീണ്ടും അടുത്ത ബെറ്റർ ഓപ്ഷനിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുകയില്ല. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ PNC മാക് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകുന്നതുമായിരിക്കും. അപ്പോൾ ആ ഒരു കോളേജായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് കുറച്ചും കൂടെ മികച്ച കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികളാണെങ്കിൽ 10,000 രൂപ ടോക്കൺ ഫീ അടച്ച് അടുത്ത അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ 9-ാം തീയതി വരെ മാത്രമാണ് നമുക്ക് അലോട്ട്മെന്റ് ഫീ അടയ്ക്കാനുള്ള സമയം നൽകുക. ഇതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം ചോദിച്ചത്, നമുക്ക് വീണ്ടും ലിസ്റ്റുകൾ റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുന്നതാണ്. ഇതുവരെയും അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികളാണെങ്കിൽ വീണ്ടും റീഅറേഞ്ച് ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അഥവാ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിന് മുന്നേ വരുന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് മാറ്റിവെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 45 കോളേജുകളിൽ ഏതെങ്കിലും 10 കോളേജുകൾ ഒരു സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കോളേജുകൾ സെലക്ട് ചെയ്ത് വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു കോളേജ് ലഭിച്ചു, അത് താല്പര്യമില്ല, അടുത്ത അലോട്ട്മെന്റിലേക്ക് അങ്ങനെ മാറ്റി വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കോളേജുകൾ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്ന കോളേജ് മാത്രം വെച്ച് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ PNC മാക്കിലാണെന്നുണ്ടെങ്കിലും ഏതാനും ചില കോളേജുകൾ, അത് മൈനോറിറ്റി സ്റ്റാറ്റസിലുള്ള കോളേജുകൾ, മുസ്ലിം അതുപോലെ ഏതാനും ചില ക്രിസ്ത്യൻ കോളേജുകളൊക്കെ തന്നെ അവരുടെ മൈനോറിറ്റി സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ മൈനോറിറ്റി സീറ്റുകൾ മാറ്റിവെച്ചതുകൊണ്ട് വളരെ കുറച്ച് കോളേജുകൾ മാത്രമാണ് ജനറൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില കോളേജുകളൊക്കെ നമ്പർ ഓഫ് സീറ്റ്സ് ഒക്കെ കൂടുതലുണ്ടെങ്കിലും വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് PNC മാക് അലോട്ട്മെന്റിൽ കാണാനായിട്ട് സാധിക്കുക. ബാക്കിയുള്ള അലോട്ട്മെന്റ് എങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ ധാരണ ഉണ്ടായിട്ടില്ല. എന്തായാലും അതിന്റെ അപ്ഡേഷൻസ് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ ആയിട്ടുള്ള AMCSFNCK ആണ്. അപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ ആണെങ്കിൽ മികച്ച കോളേജുകളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു അസോസിയേഷൻ ആണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 92% ആ റേഞ്ചിലുള്ള കുട്ടികൾക്ക് വരെ ഇപ്പോൾ നിലവിൽ അഡ്മിഷൻസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മെറിറ്റ്, അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്കാണ് കൂടുതലും സീറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റിയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ 92% റാങ്ക് വരെ നമുക്ക് അഡ്മിഷൻസ് ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും 10-ാം തീയതി വരെ മാത്രമാണ് ടോക്കൺ ഫീ അടയ്ക്കാനുള്ള സമയം നൽകുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾ LBSൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റിലേക്ക് നിങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ടുള്ള കോളേജിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, നിങ്ങൾ അവിടുന്ന് റിലീവ് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അവിടെ സർട്ടിഫിക്കറ്റുകളോ ഫീസുകളോ നിങ്ങൾ ലോക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ള മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് മാറാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റിലാണെങ്കിലും ആദ്യത്തെ 3 അലോട്ട്മെന്റുകൾക്ക് ശേഷം മാത്രമാണ് കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരിക.
ക്രിസ്ത്യൻ മാനേജ്മെന്റിലാണ് നമുക്ക് ഹയർ ഓപ്ഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്കൊരു കോളേജ് ലഭിച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരവും ലഭിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് വഴി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 25,000 രൂപയാണ് നമ്മൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഈ 25,000 രൂപ ടോക്കൺ ഫീ അടച്ച് നിങ്ങൾ സെക്കൻഡ് ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് ഹയർ ഓപ്ഷന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും മികച്ച കോളേജുകൾ നിങ്ങൾ കരസ്ഥമാക്കി സെപ്റ്റംബർ മാസം 20-ാം തീയതിയോട് മുന്നേ ആയിട്ട് കോളേജ് ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സെപ്റ്റംബർ മാസം 20-ാം തീയതിക്കാണ് നമ്മൾ കോളേജിൽ ജോയിനിങ് സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. മിക്കവാറും LBSലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ മികച്ച കോളേജുകളിലോ അഡ്മിഷൻസ് നേടിയിരിക്കുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേങ്കിൽ PNC മാക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ വഴിയോ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെട്ടെന്ന് വരികയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളുടെ പൈസയും സമയവും മറ്റൊരാളുടെ അവസരവും നഷ്ടപ്പെടാതായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു കോളേജിൽ, ഉദാഹരണമായിട്ട് ഒരു ഗവൺമെന്റ് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻസ് നേടിയിട്ടുണ്ട്, അവിടെയാണ് ചേരാൻ താല്പര്യപ്പെടുന്നത്, വെറുതെ നിങ്ങൾ ടോക്കൺ ഫീ അടച്ച് നിങ്ങൾ ഈ അലോട്ട്മെന്റ് പ്രോസസ്സിനകത്ത് പങ്കെടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ PNC മാക്കാണെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 10,000 അടച്ച് നിങ്ങൾ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അത് സെപ്റ്റംബർ മാസം 10-ാം തീയതിക്കുള്ളിൽ തന്നെ കോളേജിൽ ചെന്ന് ബാക്കിയുള്ള ഫീസ് എല്ലാം അടച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അഥവാ നിങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് ഹയർ ഓപ്ഷന് താല്പര്യപ്പെടുന്നുണ്ട്, അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 25,000 രൂപ ടോക്കൺ ഫീ അടയ്ക്കുക. സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റുകൾക്ക് ശേഷം സെപ്റ്റംബർ മാസം 20-ാം തീയതിയോടുകൂടി തന്നെ നിങ്ങൾ കോളേജ് ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാർക്കുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ അഡ്മിഷൻസ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ 93-92% ആ റേഞ്ചിലുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ നിലവിൽ മാനേജ്മെന്റ് സീറ്റിലേക്ക് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ താരതമ്യം ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനിലാണ് കമ്പാരിറ്റീവ്ലി PNC മാക് അസോസിയേഷനേക്കാളും കമ്പാരിറ്റീവ്ലി താഴ്ന്ന മാർക്കുള്ള കുട്ടികൾക്കും അഡ്മിഷൻസ് ലഭിച്ചിരിക്കുന്നത്. കാരണം അവിടെ CBSE ICSE സ്റ്റുഡൻസിനുള്ള ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള കുട്ടികൾ കൂടുതലായിട്ട് PNC മാക് തന്നെയാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ അതുകൊണ്ടായിരിക്കാം അവിടെ കുറച്ചും കൂടെ മാർക്ക് കൂടുതലായിട്ട് നിൽക്കുന്നത്. എന്തു തന്നെയായാലും ഒരു 90% മുകളിലേക്കുള്ള കുട്ടികൾക്ക് തന്നെയായിരിക്കും കേരളത്തിൽ അഡ്മിഷൻസ് അലോട്ട്മെന്റുകൾ ലഭിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.